രക്ഷ, അത് വിശ്വാസത്താൽ നേടുക. ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇവിടെ രക്ഷയ്ക്ക് അനിവാര്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അത് അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. വികാരം, ബുദ്ധി, ഇച്ഛാശക്തി എന്നിവ ഉൾപ്പെടുന്ന ഹൃദയത്തിലാണ് വിശ്വാസം വേണ്ടത്. അഥവാ അതിന് മുൻപുണ്ടാകേണ്ടുന്നതാകുന്ന മാനസാന്തരം, അനുതാപം, ഇതെല്ലാം ഒരുവനിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അഥവാ ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന ക്രിസ്തുവേശുവിലൂടെയുള്ള ആ സാന്നിധ്യവും സ്നേഹവുമാണ് കൃപ. അഥവാ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം പകർന്ന് നൽകിയതാണ് ആ കൃപ എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. കൃപയ്ക്കായി അതിയായ ആഗ്രഹം ഒരുവനിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി അവൻ വചനം ധ്യാനിക്കണം, അഥവാ പ്രാർത്ഥിക്കണം, ആ വചനത്തിൽ ഉറച്ച് നിൽക്കണം. ഇതെല്ലാം ഏറ്റവും ആവശ്യമായ കാര്യമാണ്. വീണ്ടും ദൈവത്തിൻ്റെ കൃപയെ നാം ഒരിക്കലും അത് എതിർക്കരുത്. എബ്രായ ലേഖനം 12:15 അതിൽ നിന്ന് പിന്മാറരുത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ 2 കൊരിന്ത്യ ലേഖനം 6:1 അത് നാം വ്യർത്ഥമാക്കി കളയരുത് എന്നും നമുക്ക് കാണാവുന്നതാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5:19 അതിനെ കെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാണ്. അതേപോലെ ഗലാത്യ ലേഖനം 5:4 അതിനെ നാം ഉപേക്ഷിക്കരുത്. അപ്പോൾ ആ കൃപ നാം യഥാർത്ഥമായിട്ട് അംഗീകരിച്ച് ഏറ്റെടുക്കേണ്ടത് അവനവൻ്റെ കടമയിൽപ്പെട്ട, ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം എന്ന് ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നല്ലോ. യേശുവിനെ രക്ഷിതാവെന്ന് 16 പ്രാവശ്യവും കർത്താവെന്ന് 450-ലധികം പ്രാവശ്യവും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് അഥവാ കുറിയോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ അധികാരമുള്ളത്, ആധിപത്യം, അധികാരി, യജമാനൻ ആകുവാനുള്ള അവകാശം എന്നെല്ലാമാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുമ്പോൾ ദൈവവുമായി അംഗീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 20:28 നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ 20 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തോമസിനോട് പറയുന്നതായ കാര്യമാണ്. തോമസ് അഥവാ വളരെയധികം താൻ അവിശ്വസിച്ചിരുന്നതായ സന്ദർഭത്തിൽ നിന്റെ വിരൽ നീട്ടി ആ കർത്താവ് അവനോട് പറയുകയാണ് തൻ്റെ കയ്യിലിടുക, അതേപോലെ കൈ നീട്ടി വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാനായിട്ട് തോമസിനോട് പറയുമ്പോൾ തോമസ് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ. അവിടെ താൻ അതേവരെ അത്രത്തോളം ആഴങ്ങളിൽ കർത്താവിനെ കണ്ടിരുന്നില്ല. ഇപ്പോൾ താൻ വിളിക്കുകയാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന്. അതേപോലെ തന്നെ ആ ശമരിയ സ്ത്രീയുടെ അടുക്കൽ കർത്താവ് വെള്ളത്തിനായി ചെല്ലുമ്പോൾ അവൾക്ക് ആദ്യം ഒരു യഹൂദനായിട്ട് മാത്രമാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പിന്നീട് അവൾ ഒരു പ്രവാചകനായിട്ടും യജമാനനായിട്ടും ഒക്കെ അവൾ കാണുന്നുണ്ട്. എന്നാൽ അവസാനത്തിൽ അവൾ യേശുവിനെ ക്രിസ്തുവായിട്ട് മറ്റുള്ളവരോട് പറയുന്നതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. അവൻ്റെ രക്ഷിതാവായി, കർത്താവായി ഹൃദയത്തിൽ അംഗീകരിക്കുന്ന ഒരുവനാണ് യഥാർത്ഥമാകുന്ന രക്ഷ കരസ്ഥമാക്കുവാനായിട്ട് കഴിയുന്നത്.
എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ തിരുവചനങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആ ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമ്മെ നമുക്ക് പരമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. ഈ ലോക ജീവിതത്തിൽ നേടുക, നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര. നരകശിക്ഷയിൽ നിന്നും വിടുതൽ നേടുവാൻ ഇന്ന് വരിക രക്ഷകന്റെ സന്നിധേ. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ